എറണാകുളം പാലാരിവട്ടത്ത് വാഹനാപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. KSRTCയുടെ വോൾവോ ബസ്സും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വിവരങ്ങൾ എബി ജോൺ തോമസ് തന്നെ നൽകും. എബി, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? എവിടെ വെച്ചായിരുന്നു സംഭവം? ലിബീഷ്, രാവിലെ ഒരു 6 മണിയോടുകൂടി, അതായത് എറണാകുളം നഗരം തന്നെ ഇത്തരത്തിലൊരു ദുരന്ത വാർത്ത കേട്ടുകൊണ്ടാണ് ഉണർന്നെണീറ്റത് എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. കാരണം ഒരു 6 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കാനിയ ബസ്, അതിന് തൊട്ടു മുമ്പിൽ ഒരു KSRTC ബസ് ഉണ്ടായിരുന്നു. ഇതിനിടയിൽപ്പെട്ടാണ് ഈ യുവാക്കൾക്ക് ദാരുണാന്ത്യം സംഭവിക്കുന്നത്. ഈ ബൈക്ക് യാത്രക്കാരാണ് ഇത്തരത്തിൽ ആ സംഭവ സ്ഥലത്ത് അവർ ഈ അപകടത്തിൽപ്പെടുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അവർ മരിക്കുകയായിരുന്നു. ആലുവ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് സാജിദ്, 22 വയസ്സാണ്. ഇയാളുടെ സുഹൃത്തും ആണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. രാവിലെ 6 മണിയോടുകൂടി ഈ വാഹനം വരുന്നു. അമിത വേഗതയിലെത്തിയ വാഹനം, ഈ തൊട്ട് മുന്നിലുണ്ടായിരുന്ന വാഹനം, അവിടെ KSRTC ബസ് അവിടെ ആളുകളെ ഇറക്കുന്നതിന് വേണ്ടി ചക്കരപ്പറമ്പ് ഭാഗത്താണ്, ചക്കരപ്പറമ്പ് സ്റ്റോപ്പിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ചക്കരപ്പറമ്പിൽ അവിടെ KSRTC ബസ് നിർത്തി അതിൽ ആളെ ഇറക്കുന്നതിനിടയിൽ ഈ പുറകെ വന്ന സ്കാനിയ ബസ് ഈ ബസ്സിൽ ഇടിക്കുന്നത്. ഇതിനിടയിൽ പെട്ടുപോവുകയായിരുന്നു ഈ ബൈക്ക് യാത്രക്കാരായിട്ടുള്ള യുവാക്കൾ. അതാണ് ഈ ഒരു മരണം. അത് ഈ ഇടിയുടെ ആഘാതത്തിൽ വാഹനം ബൈക്ക് ബസ്സിന് അടിയിലേക്ക് പോവുകയും അവസാനം ബസ് വെട്ടിപ്പൊളിച്ചിട്ടാണ്, അതായത് ബസ്സിന്റെ അടിഭാഗം ഏതാണ്ട് പൊളിച്ചതിന് ശേഷമാണ് ഈ ബൈക്ക് അകത്ത് നിന്നും പുറത്തെടുക്കാൻ കഴിഞ്ഞത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ 2 യുവാക്കളും മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അപകടത്തെ തുടർന്ന് ഗതാഗത കുരുക്കുൾപ്പെടെ രൂക്ഷമാകുന്നുണ്ടായിരുന്നു. അതൊക്കെയും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ദിലീഷ്. ശരി എബി. എറണാകുളം പാലാരിവട്ടത്ത് KSRTC ബസ്സുകൾക്കടിയിൽപ്പെട്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം. ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായത്. വിവരങ്ങളാണ് എബി ജോൺ തോമസ് നൽകിയത്.